ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട് ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു നമുക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയാലോ, കുറച്ച് ദൂരമായിട്ട് ഡ്രൈവ് ചെയ്ത് പോയാലോ എന്ന് പറഞ്ഞു. കേട്ട പതി കേൾക്കാത്ത പതി എൻ്റെ ഹസ്ബൻഡ് കീ ആയിട്ട് മുന്നിൽ ചാടി. എന്നിട്ട് ഞങ്ങൾ റാസൽ ഖൈമയിലേക്ക് വന്ന് പ്ലാൻ ചെയ്തു. എന്നിട്ട് 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ ചെന്നു. എന്നിട്ട് വെളുപ്പിന് ഒരു 5:30 ആയപ്പോഴത്തേക്കും ഒരു മയക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ സൂമൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ കുറേ വളവുകൾ, ഞങ്ങൾ കയറി വന്ന വളവുകളാണ് ഈ കാണുന്നത്. ഇനി പരിസരമൊക്കെ ഞാനിങ്ങനെ സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഹസ്ബൻഡാണെങ്കിൽ വിദൂരതയിലേക്ക് നോക്കി എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ എൻ്റെ കുറച്ച് ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞ് ഞാൻ പോസൊക്കെ ചെയ്ത് കൊടുത്തു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. പല പോസുകളിൽ നിന്ന് കൊടുത്തു. അയ്യോ, ഇതിനെ കൊണ്ട് ഭയങ്കര ശല്യമായാലോ എന്നും പറഞ്ഞ് എൻ്റെ കൊങ്ങി പിടിച്ച് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിള്ളേരെ നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണ്, എന്നാൽ പിന്നെ എൻ്റെ കൂടെ 5-6 ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞാൽ അമ്മ ഇറങ്ങി വന്നു. അങ്ങനെ അമ്മയും കുറച്ച് പോസൊക്കെ തന്നപ്പോൾ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്ത് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് റൊമാൻറ്റിക് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. എടുത്ത് വന്നപ്പോൾ ഹസ്ബൻഡ് പറയുകയാണ്, എൻ്റെ പൊന്നെ ഈ വയറൊന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങൾ അല്ലെങ്കിൽ കയറി, എന്നാൽ പിന്നെ ഞാനും കയറിയേക്കാം, വിട്ടു തരില്ലെന്നും പറഞ്ഞ് അമ്മയും കയറി. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ സീരിയസ് ആയിട്ട് ഈ മലയെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളേതാണ് ഈ കാണുന്നത്. വളരെ സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ അത് വിചാരിക്കണം, സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആലോചിച്ചു, ഈ പുള്ളിനെ തള്ളി താഴെ ഇടണോ? വേണ്ട, ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ ആളില്ല, അല്ലെങ്കിൽ പിന്നെ തട്ടിക്കളഞ്ഞേക്കായിരുന്നു എന്ന് ചിന്തിച്ചു. പിന്നെ ഹസ്ബൻഡ്, ഇതിന് ഭ്രാന്തായതാണെന്ന് ഹസ്ബൻഡ് പറയുന്നത്. എന്ത് ചെയ്യാൻ, ഞങ്ങൾ പിന്നെ കുറച്ച് സെൽഫീസൊക്കെ എടുത്ത് പിന്നെ തിരിച്ചു പോകാൻ ഇറങ്ങുവാണ്. അപ്പം പിള്ളേരൊക്കെ അവശരായി, എല്ലാവരും കിടന്ന് ഉറക്കമായി, ക്ഷീണിതരായി എല്ലാവരും. ഹസ്ബൻഡ് ഫ്രണ്ടും കൂടെ മുന്നിൽ നല്ല കത്തി വെക്കുമായിരുന്നു. അവരുടെ കത്തിയൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ പയ്യെ വളവുകൾ ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇവിടെ എന്താ ഇത് സംഭവം, കയറിപ്പോയപ്പോൾ കണ്ടില്ലല്ലോ, ഇതെന്താണ് സംഭവം എന്ന് ഞങ്ങളിങ്ങനെ വളരെ ചിന്തിച്ച് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കയറണം നോക്കിയപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കണം, എന്നാൽ പിന്നെ കയറണ്ട, വണ്ടി വിട്ടേക്കാമെന്നും പറഞ്ഞുകൊണ്ട് സ്കൂട്ടായി അവിടെ നിന്ന്. ഞങ്ങളിങ്ങനെ വളവണ്ണി കളിക്കുമായിരുന്നു. വളവണ്ണി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ ആളുകളൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട് വണ്ടിയായിട്ട്. പിന്നെ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടി പയ്യെ ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ വളരെ വ്യത്യസ്തങ്ങളായ കുറേ ചെത്തി ആരോ വരച്ച് വെച്ച ഉണക്കത്തെ കുറേ മലകൾ. സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ചയാണ് ഫ്രണ്ട്സ്. സാധിക്കുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും അവിടെ ഒന്ന് പോയി കാണണം. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. നമ്മൾ ഈ വരച്ച് വെച്ചേക്കുന്നില്ലേ, അത് പോണക്കത്തെ മലകൾ, അതിൻ്റെ കൂടി ഇങ്ങനെ ഓരോ വളവുകൾ ഇറങ്ങി വരുമ്പോഴും ആകാശം കാണാനൊക്കെ വളരെ മനോഹരമാണ്. ഇങ്ങനെ ഓരോ വളവുകൾ ഇറങ്ങും തോറും ഓരോരോ മലകൾ ഇങ്ങനെ മുന്നോട്ട് വരും. അപ്പോൾ പ്രത്യേക ഭംഗിയെന്ന് പറഞ്ഞാൽ അത് വർണ്ണിക്കാൻ പറ്റുന്നില്ല. പിന്നെ സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സൂര്യരശ്മികൾ ഇങ്ങനെ ഓരോ മലയിൽ തട്ടിങ്ങ് വരുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ഭംഗിയാണ് അത് കാണാനായിട്ട്. വളരെ മനോഹരം, സൂപ്പർ, അത്രയ്ക്ക് രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ മലകളെ പറ്റി ഇങ്ങനെ ചർച്ചകളൊക്കെ നടത്തി, ഭയങ്കര സീരിയസ് ആയിട്ട് ഡിസ്കഷനൊക്കെ നടത്തി ഇങ്ങനെ ഓരോ വളവുകളും ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എപ്പോൾ അടിവാരം എത്തുമെന്ന് ഓർത്ത് ഇങ്ങനെ ടയേർഡായി, അതുകൊണ്ട് എപ്പോൾ അടിവാരം എത്തുമെന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അടിവാരം എത്തി. പിന്നെ കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ പോയ വഴിയിലൊക്കെ കുറേ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ യാത്രാ വിവരണം. താങ്ക് യു.